വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. മലയായിലെത്തിയ മലയാളി എന്ന ആത്മകഥയുടെ 14-ാം ഭാഗത്തിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. ഇന്ന് ബാക്കി ഭാഗം കേൾക്കാം. അധ്യായം 15. അവിടുന്നും തിരിച്ച് ഞങ്ങൾ ലുണുവിൽ എന്ന ചെറുനഗരത്തിലേക്ക് പോയി. ആ നഗരവും പരിസരങ്ങളും കേരളീയരാൽ നിറയപ്പെട്ട് പ്രഥമ വീക്ഷണത്തിൽ അത് മലയാളത്തിലെ ഒരു ദേശമോ എന്ന് സംശയിപ്പാൻ ഇടയായി. അവിടത്തെ നാനാ വ്യാപാരികളും സിംഹപങ്ക് തൊഴിലാളികളും മലയാളികളായിരുന്നു. റെയിൽവേ സ്റ്റേഷന് മുൻഭാഗത്ത് യൂറോപ്യരുടെ വകയായി ബവസൂർ കമ്പനി എന്ന പേരിൽ ഒരു തേങ്ങാമോൾ കൊപ്പരമില്ലുണ്ട്. അനുദിനം അവിടെ 1,00,000 നാളികേരം കൊണ്ട് പലവിധമായ വ്യവസായങ്ങൾ ചെയ്യുന്നതും ചൂടിക്കയർ പിരിക്കുന്നതും മലയാളത്തുകാരാകുന്നു. സിംഗളീയ ഭാര്യാസമേതം ചില തോട്ടങ്ങളിൽ കുടുംബമായി താമസിക്കുന്ന മലയാളികളെയും അവിടെ കാണാം. മലയാള നാട്ടിലെ മെൻറ്റോർമാരെ പോലെ ലുണുവിലും ചില കങ്കാണിമാരുണ്ട്. ഒരു കങ്കാണിയുടെ ഭവനം മലയാളത്തെ മട്ടിൽ 56 കോലായിരിക്കും. അന്ന് രാത്രി ഞങ്ങൾ ചരുവിൽ വേലപ്പൻ കങ്കാണിയുടെ വസതിയിൽ താമസിച്ചു. പിറ്റേ ദിവസം എഴുന്നേറ്റ് ഭൗതിക കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം ഞങ്ങൾ ആ പ്രദേശത്തിലുള്ള വലിയ തെങ്ങിൻ തോട്ടങ്ങളും കൊപ്രമില്ലുകളും പോയി കണ്ടു. അവിടെയുള്ള പ്രവൃത്തിക്കാരിൽ ഭൂരിപക്ഷവും മലയാളികളാകുന്നു. അവിടുത്തെ കേരളീയരുടെ വ്യക്തിപരമായ ഐശ്വര്യാവസ്ഥയിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരു മുതലാളിയുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കാണുവാനായി ബംഗ്ലാവിലേക്ക് ചെന്നു. യജമാനൻ ഗുണസമ്പന്നനാണെന്ന അഭിമാനത്തെ ആർജിക്കുവാൻ പര്യാപ്തരല്ലാത്ത അദ്ദേഹത്തിൻ്റെ അനുഷേവികൾ ഞങ്ങളുടെ സംഭാഷണ മധ്യേ പീത്വ പീത്വ പുനർമദ്യം യാവൽ പതതി ഭൂതലേ പുനരുത്ഥായത്തെ പീത്വ എന്ന മട്ടിൽ രംഗത്തിൽ പ്രവേശിച്ചു. സമുദായ സംഘടനയിലെ അവിതർക്കങ്ങളെ അവർ പരാമർശിച്ചത് ഒരു വെള്ളാടിൻ്റെ ഉപമയിലായിരുന്നു. സ്വാർത്ഥ പ്രതിപത്തിയുടെ വിദൂര വന്ധ്യതയെ അവർ അവിടെ അളന്നുകാട്ടി. തങ്ങൾ ഭൂലോക സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും പത്രലോകവും സാഹിത്യകലകളും ആയുർവേദ വൈദ്യവും മറ്റു പലതരമായ ഉത്കൃഷ്ട വിദ്യാഭ്യാസ സരണികളും തങ്ങളുടെ സ്വത്തുക്കളാണെന്നും ദുരഭിമാന പുരസരം അവർ പ്രതിപാദിക്കാതിരുന്നില്ല. വിനീതമായ വദാന്യതയും ഉദാത്തമായ ഔദാര്യവും സ്ഥിതിസമത്വ സാഹോദര്യവും ഒക്കെ അവർക്കുണ്ടെന്നാണ് ഭാവം. ഒന്നിലേറെ പൂക്കുലസൂപ്പ് താവരണികളും 2-3 തെങ്ങിൻ തോട്ടങ്ങളും രമണീയമായ ഒരു മണിമാളികയും ഉണ്ടെന്നുള്ള പ്രഭുതാനാട്യവും ഇടയ്ക്കിടെ അവരിൽ തുളുമ്പി. വളരെ മലയാളികൾ അവിടെ ഉണ്ടായിരുന്നിട്ടും അവർ ഒരു സംഘടിത ജീവിതം നയിപ്പാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളൂ. അവിടുത്തെ മലയാളികൾ വല്ല സംഘവും സഭയും രൂപീകരിക്കാൻ ശ്രമിച്ചാൽ മേൽപ്പറഞ്ഞ മുതലാളി പ്രഭുതികൾ ഓ ശംഖവും ശബയും എന്ന് സാധുക്കളെ പുച്ഛിച്ചു തുടങ്ങുകയായി. സംഘവും സഭയും ഏർപ്പെടുത്തി വല്ല കാര്യവിവരമുള്ളവരും വന്ന് ജനങ്ങളോട് സൽക്കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ചാൽ തങ്ങളുടെ താവരണികളിൽ വിൽക്കുന്ന പിശാചിൻ്റെ കഷായം കുടിക്കുവാൻ ആരാണെന്നാണ് അവരുടെ ഭയം. മനുഷ്യരുടെ വിത്തവും ഐശ്വര്യവും ബുദ്ധിയും ബലികഴിച്ച് അവരെ ശ്വാനന്മാരുടെ വിധം കടിപിടി കൂടിക്കുന്ന കള്ളുതാവര വ്യാപാരം നിർത്തിക്കുവാൻ ആ നാട്ടിലെ ഉദാരശീലന്മാരായ സിംഹളീയർ അശ്രാന്ത പരിശ്രമം ചെയ്തു നോക്കിയിട്ടും ഫലപ്പെട്ടില്ല. ഗവൺമെൻറ്റിൽ നിന്നും ഉത്തരവുണ്ടായത് ഭൂരിപക്ഷം ജനഹിതത്തെ സ്വീകരിച്ച് പ്രവർത്തിക്കാമെന്നായിരുന്നു. അത് സംബന്ധിച്ച് ഇരു കക്ഷികളുടെ ഇടയിലും അവിടെ മത്സരപ്പിടുത്തമുണ്ടായി. അന്നത്തെ വംഗപ്രഭുക്കളുടെ സംഘവും സംഘടനയും പ്രചരണവേലയും ഓട്ടവും ചാട്ടവും കള്ളുതാവരണിയിലെ ദാനധർമ്മവും ഒക്കെ ഒന്ന് കാണേണ്ടതായ ഉത്സവം തന്നെയായിരുന്നു. തങ്ങളുടെ അത്യധ്വാനത്താൽ സാമാന്യ ജനങ്ങളെ വശീകരിച്ച് അവർ തന്നെ ഭൂരിപക്ഷം നേടി. അവിടുത്തെ മലയാളികളുടെ ബുദ്ധിവികാസത്തെ തടഞ്ഞ് സന്മാർഗ ജീവിതം എന്തെന്നറിയുവാൻ കൂടി അവർക്കിടം കൊടുക്കാതെ പ്രഭുക്കന്മാർ അവരെയിട്ട് ക്ലേശിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിലായിരുന്നു കൊളംബ് മലയാളി സംഘത്തിൻ്റെ ഒരു നായകനും സമത്വ സാഹോദര്യപ്രിയനുമായ ശ്രീമാൻ കക്കേരി രാമൻ അവർകൾ ലുണുവിലേക്ക് വന്നത്. ധീരശൂരനായ അദ്ദേഹം മുതലാളിമാരുടെ മുഖം നോക്കാതെ അവിടുത്തെ മലയാളി സഹോദരരെ ആകെയൊന്ന് തട്ടിയുണർത്തി ഒരു മലയാളി സംഘം സ്ഥാപിച്ചു. കൊളംബിൽ നിന്നും ചില പ്രാസംഗികരെ വരുത്തി കാര്യങ്ങൾ പറയിച്ച് അതിന് അത്ഭുതാവഹമായ ഉണർവുണ്ടാക്കി. ഞങ്ങൾ ലുണുവിൽ താമസിക്കുന്ന അവസരത്തിൽ ഒരു ഞായറാഴ്ച സുപ്രസിദ്ധനായ ചോലയിൽ മാമി വൈദ്യർ അവர்களுടെ ശിഷ്യനും മരുമകനും പ്രസിദ്ധ വാഗ്മിയും കൊളംബ് ശ്രീനാരായണ സമാധി സ്മാരക സംഘത്തിൻ്റെ കാര്യദർശിയും ജനസമ്മതനുമായ ശ്രീമാൻ കുമ്പളപ്പറമ്പിൽ രാമൻ വൈദ്യർ അവர்களுടെ അധ്യക്ഷതയിൽ ഒരു യോഗം നടക്കുകയുണ്ടായി.
അന്ന് അധ്യക്ഷൻ പ്രാരംഭമായും ഉപസംഹാരമായും ചെയ്ത പ്രസംഗത്തിലെ കാര്യഗൗരവ സരസവും സൗഹൃദ സുഭഗവുമായ സനാതന ധർമ്മോപദേശങ്ങൾ സഭാംഗങ്ങളെ ഒട്ടാകെ പുളകാഞ്ചിതരാക്കി തീർത്തു. അനന്തരം ഞാൻ അദ്ദേഹത്തോടുകൂടെ തന്നെ കൊളംബിലേക്ക് മടങ്ങി. വീണ്ടും കുളമ്പിൽ കുറേ ദിവസം താമസിച്ച് രത്നപുരിയിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്നിറങ്ങിയ നാൾ രത്നപുരിയിലെ ദേവാലടി എന്ന വിഹ്വാലയത്തിൽ മഹോത്സവമായിരുന്നു. ഉത്സവം കാണുവാൻ ഞാനും പോകുകയുണ്ടായി. ആ ദേവാലയം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ വിവർത്തനമോ എന്ന് സംശയിപ്പാൻ വളരെ അവകാശമുണ്ട്. ആ ദേവാലടി വിഹ്വാലയത്തിൽ 14 ദിവസമാകുന്നു പെരര കൊണ്ടാടുന്നത്. അവിടെ അനുദിനം 100-ൽ കുറയാതെ കരിവരന്മാരുണ്ടായിരിക്കും. കേരളത്തിലെ പോലെ അത്ര ഭംഗിയുള്ള ആനച്ചമയങ്ങൾ അവിടങ്ങളിലില്ല. പക്ഷേ വളരെ വില കൂടിയ സ്വർണ്ണക്കട്ടികളും തങ്കക്കുടങ്ങളും പൊൻവിഗ്രഹങ്ങളും കനകപ്പല്ലക്കുകളും ആനപ്പുറത്ത് കയറ്റിയിട്ടാണ് അവിടുത്തെ എഴുന്നള്ളിപ്പ്. 14-ാം ദിവസം നീർവെട്ട് എന്ന ഒരു ചടങ്ങ് കൂടി ഉത്സവാംഗമായിട്ട് ഉണ്ട്. അതിലേക്ക് തോരണാലങ്കൃതമായ വിചിത്രീകരിച്ചിട്ടുള്ള പടവുകളിൽ അനേക ബുദ്ധഭിക്ഷുക്കൾ കയറിയിരുന്ന് രത്നപുരി ഗംഗയിൽ കൂടി 18 വിധ വാദ്യഘോഷങ്ങളോടും കൂടി പുറപ്പെടുന്നു. എല്ലാ വർഷങ്ങളിലും ഒരേ സ്ഥലത്ത് തന്നെ നീർവെട്ടുക എന്ന സ്ഥിരതയില്ല. പടവിൽ പോകുന്ന ഭക്തശ്രേഷ്ഠനായ ഭിക്ഷുവിന് മംഗളകരമായി തോന്നുന്ന സ്ഥലത്തെത്തിയാൽ അദ്ദേഹം മന്ത്രവാൾ കയ്യിലെടുത്ത് ഗംഗയിലിറങ്ങി എന്തോ മന്ത്രോച്ചാരണത്തോടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയിൽ വെട്ടുന്നു. അങ്ങനെ വെട്ടിയാൽ ഗംഗ പ്രവാഹമില്ലാതെ 2ആയി വിഭാഗപ്പെട്ട് നിൽക്കുമെന്നാകുന്നു പറയുന്നത്. ഈ കാഴ്ചകൾ കാണുവാൻ ഞങ്ങൾ ആറ്റിൻകരയിൽ കുറേ ദൂരത്തായിരുന്നു നിന്നിരുന്നത്. തന്നിമിത്തം അത് പരമാർത്ഥമോ എന്ന് ഇത് എഴുതുന്ന ആൾക്ക് തീർത്തറിഞ്ഞുകൂടാ. ജലം പിളർന്നു നിൽക്കുന്ന സ്ഥലത്ത് നിന്നാകുന്നു 7 തങ്കക്കുടങ്ങൾ നിറയെ നീർ എടുക്കുന്നത്. നീർക്കുടങ്ങൾ വിഹ്വാലയത്തിനുള്ളിൽ കൊണ്ടുചെന്ന് സൂക്ഷിക്കുന്നു. നീർക്കുടം 1 വർഷം അശുദ്ധമാകാതിരുന്നാൽ പിന്നത്താണ്ടിലെ ഭൂസ്ഥിതിയും ജനങ്ങളുടെ ആരോഗ്യവും ശോഭനമായിരിക്കുമെന്ന് എല്ലാവരും തീരുമാനിക്കുന്നു. രത്നപുരിയിൽ രത്നങ്ങൾ ലഭിക്കുമെന്നൊരു കിംവദന്തി കൂടിയുണ്ട്. ഒരു ദിവസം ഞാൻ രത്നപുരിയിലെ ഒരു ഉത്തരവീഥിയിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഹിന്ദുക്കളുടെ വലിയൊരു ശിവക്ഷേത്രം കണ്ടു. അതിനു മുൻഭാഗത്തായി ബാസിയർ ഡോളഫ്ഡൻ എന്ന ഒരു യാവക്കാരൻ താമസിച്ചിരുന്നു. അയാളുടെ മകൻ ജൈനുദ്ദീൻ എന്ന യുവാവിൻ്റെ സഹായത്തോടെ അവിടെ നിന്നും ഞങ്ങൾ ബ്ലാങ്കോട്ടയ്ക്ക് പോയി. ബ്ലാങ്കോട്ട ടൗണിൽ നിന്നും 12 നാഴിക അകലെ ഒരു മലയുണ്ട്. അതാണ് ശിവനടിപാദം മലയുടെ കിഴക്ക് ഭാഗത്തുള്ള മല. ആ മലയുടെ കിഴക്കേ അടിവാരത്തിലേക്കാണ് പിന്നീട് ഞങ്ങളുടെ യാത്രയുണ്ടായത്. 12 നാഴിക കാട്ടിൽ കൂടെ നടന്ന് കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ ഞങ്ങൾ ആ മലയടിവാരത്തിൽ ചെന്ന് ചേർന്നു. ആ ഗിരി വളരെ ഉയർന്നതും മുകളിൽ കയറുവാൻ മാർഗമില്ലാത്തതുമാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൂരത്ത് നിന്ന് മലശിഖരത്തിലേക്ക് നോക്കിയാൽ ഒരു വിഗ്രഹം നിൽക്കുന്നത് പോലെ തോന്നും. അവിടുന്നും ഒരു സ്രോതസ് കീഴോട്ട് പ്രവഹിച്ചു കൊണ്ടിരുന്നതിൻ്റെ ധ്വനി 2-3 മൈൽ ദൂരത്തിൽ കേൾക്കാം. അടിവാരത്തിൽ 1.5 ഏക്കർ സമചതുരമായ ഒരു ഒറ്റ കരിങ്കല്ലിന്മേൽ ആനയുടെ വലിപ്പത്തിൽ ഏതോ ഭാഷയിലുള്ള ചില അക്ഷരങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ ഇടതുഭാഗത്ത് ഒരു ആനയ്ക്കിറങ്ങിപ്പോകത്തക്ക വിസ്താരമുള്ള ഒരു ഗുഹാമാർഗവും കാണുകയുണ്ടായി. ഗുഹാമുഖത്തിൽ ചെന്ന് ഞാൻ വളരെ സമയം നോക്കി നിന്നെങ്കിലും അതിൻ്റെ രഹസ്യങ്ങളൊന്നും അറിവാൻ കഴിഞ്ഞില്ല. അവിടുന്നും തിരിച്ച് ഞങ്ങൾ ലോലുപ്പെട്ടി, ബോവിവർത്ത, കഹവത്ത മുതലായ വലിയ എസ്റ്റേറ്റുകളിൽ ചെന്ന് സന്ദർശിച്ചു. അജിരേണ ഞാൻ രത്നപുരിയിലേക്ക് മടങ്ങി. ആ വഴിയായി പറക്കടവ്, ഐസാവളെ, വാഗ എന്നീ പട്ടണങ്ങളിലും സഞ്ചരിച്ചു. അനന്തരം ഞാൻ ലബുഗമേക്ക് പോയി. അവിടെ മഹാവനമായ ഒരു മലയുണ്ട്. കൊളംബ് പട്ടണത്തിലെ കുഴലുകളിലേക്കുള്ള ജലം ശുദ്ധീകരിച്ച് നിക്ഷേപിച്ചിട്ടുള്ളത് ആ മലയിലാകുന്നു. ആ തെപ്പക്കുളങ്ങളെ മല കയറി കാണുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായി. പക്ഷേ കൊളംബ് വാട്ടർ വർക്ക്സ് മാനേജറുടെ ഉത്തരവില്ലാതെ ആർക്കും പോയി കാണുവാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. അവിടുത്തെ സ്രാങ്കായ ഒരു CI വേലുക്കുട്ടിയുടെ സഹായത്താൽ ഞാൻ അനുവാദം വാങ്ങി ആ നിർമ്മല ജല തടാകങ്ങളും പോയി കണ്ടു. തെയ്യോപ്പെട്ടി, കുറുവാനലൈ, ബ്ലോക്കോപ്പെട്ടിയ, ആനമലൈ, അമ്പാമലൈ, പൂണുക്കലൈ, കുളുക്കലൈ, എറ്റത്താരി, ഉന്തുക്കോടൈ, മൊറാം, തോട്ടെ, കേക്കാലെ, കുറുന്നാക്കുലെ, പോൾഗാവ്ലെ മുതലായ നഗരങ്ങളിൽ ചുറ്റി നടന്ന് ഒടുവിൽ ഞാൻ കടുകണ്ണാവിലെത്തി. ആ നഗരം
മയ്യഴിക്കാർ മുഹമ്മദീയരുടെ സങ്കേതവും വ്യാപാര കേന്ദ്രവുമാകുന്നു. പിന്നീട് ഗബള, ഒളപ്പന, നാലപ്പിയ എന്നീ പട്ടണങ്ങളിലേക്കായി എൻ്റെ പുറപ്പാട്. അവസാനമായി ഗാലിയിൽ, അന്മാംതോടെ, മാത്തള മുതലായ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ട് ഞാൻ തിരിയെ കൊളംബ് പട്ടണത്തിൽ വന്നു ചേർന്നു. അധ്യായം 16. 1922 ഡിസംബർ 25 കൊളംബ് ഹാർബറിൽ നിന്നും ഞാൻ ബോംബായിലേക്ക് കപ്പൽ കയറി. 5-ാം ദിവസം ആ യാത്രാക്കപ്പൽ ബോംബായ് തുറമുഖത്തിൽ പ്രവേശിച്ചു. കപ്പലിൽ നിന്നിറങ്ങി ആ വിപുലമായ പട്ടണത്തിലേക്ക് പോയി. മലബാർ ഹില്ലും കുബേരന്മാരുടെ മാളികകളും അവിടുത്തെ കടൽക്കര മൈതാനവും മറ്റും കണ്ട് ഞാൻ മതിമറന്നുപോയി. കുറേ ദിവസം ഞാൻ അവിടെ കഴിച്ചു. കറാച്ചി, പൂന, ഹൈദരാബാദ്, ആഗ്ര, ഡൽഹി, സിംല, ബനാറസ്, കൽക്കത്ത, അയോധ്യ മുതലായ സ്ഥലങ്ങൾ പിന്നീട് എൻ്റെ പ്രയാണ ലക്ഷ്യങ്ങളായി. ആ പര്യടനങ്ങൾക്ക് ശേഷം സ്വദേശത്തേക്ക് തിരിക്കുവാൻ അധികം വിളംബമുണ്ടായില്ല. വീട്ടിലെത്തി ജ്യേഷ്ഠന്മാരുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പ്രതിപാലനാദരം കണ്ടപ്പോൾ എൻ്റെ സർവ്വയാത്രാക്ലേശങ്ങളും വിസ്മൃതങ്ങളായി. ഹാ, സ്വദേശവും സ്വജനങ്ങളും! പ്രാപഞ്ചിക ക്ലേശത്തിന് ലഘുത വരുത്തുവാൻ മറ്റെന്തിനുണ്ട് ഇവയോളം സമർത്ഥത? സ്നേഹത്തിന് ഉറവ് മറ്റൊരിടത്തുമുണ്ടാവാം. പക്ഷേ അതിന് ഹൃദയംഗമതയും സ്വാദും ലഭിക്കണമെങ്കിൽ സ്വദേശത്ത് നിന്നും സ്വജനങ്ങളിൽ നിന്നും തന്നെ ഉത്ഭവിച്ചേ തീരൂ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കേരളം ചുറ്റിക്കാണാൻ പുറപ്പെട്ടു. കോഴിക്കോട്, പാലക്കാട്, കൊല്ലങ്കോട്, വടവന്നൂർ, തൃശ്ശിവപ്പേരൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ മുതലായ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കോട്ടപ്പുറത്ത് ചെന്ന് എറണാകുളത്തേക്ക് മോട്ടോർ ബോട്ട് കയറി. എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജും പല മഹത്തരമായ എടുപ്പുകളും കണ്ട് കൊച്ചിയിലേക്ക് തിരിച്ചു. അവിടുത്തെ പുതിയ ഹാർബറും കുബേരന്മാരുടെ കച്ചവട കേന്ദ്രങ്ങളും സന്ദർശിച്ചു. അവിടെ നിന്നും ആലപ്പുഴയ്ക്ക് ബോട്ടിൽ പുറപ്പെട്ടു. പിന്നീട് കൊല്ലത്തേക്കും കൊല്ലത്ത് നിന്നും തീവണ്ടി മാർഗമായി തിരുവനന്തപുരത്തേക്കും പോയി. അവിടെയുള്ള കോട്ടയും തിരുവഞ്ചിക്കുളം ക്ഷേത്രവും കാഴ്ച ബംഗ്ലാവും കോളേജുകളും കണ്ട് ഞാൻ പരമാശ്ചര്യതുന്തിലനായി. അനന്തരം നാഗർകോവിൽ, കന്യാകുമാരി, ചെങ്കോട്ട, തിരുനെൽവേലി, മധുര, രാമനാഥപുരം, രാമേശ്വരം, ശ്രീരംഗം, തൃഷ്ണാപ്പള്ളി, കുംഭകോണം, തഞ്ചാവൂർ മുതലായ പട്ടണങ്ങളായി എൻ്റെ യാത്രാലക്ഷ്യങ്ങൾ. പിന്നീട് ഞാൻ കാവേരി പൂമ്പട്ടണത്തിലേക്ക് ഗമിച്ചു. വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ പട്ടണത്ത് പിള്ളയാർ ആ പുണ്യഭൂമിയിലാകുന്നു പിറന്നത്. ഇപ്പോൾ അത് പട്ടണമല്ല. പട്ടണം നശിച്ച് ഭൂമിക്കെന്ത ഭാഗത്തായിട്ട് ഏറെ കാലമായിരിക്കണം. ആദ്യത്തെ നഗരനാമധേയം തന്നെ ഇപ്പോഴും ഗ്രാമവാസികൾ സ്വീകരിച്ചു വരുന്നു. ആ ഗ്രാമത്തിൽ കൂടെയാകുന്നു കാവേരി നദി ഒഴുകി കിഴക്കേ സമുദ്രത്തിൽ ചെന്ന് വീഴുന്നത്. കർക്കടക മാസത്തിലെ അമാവാസ്യ നാൾ ശ്രാദ്ധത്തിനായി അനേക ജനങ്ങൾ അവിടെ വന്നു ചേരുന്നു. ആ നദീതീരത്തിൽ പട്ടണത്ത് പിള്ളയാരുടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി നാട്ടുകോട്ട ചെട്ടികൾ ധാരാളം വന്നും പോയും കൊണ്ടിരുന്നു. ആ പ്രദേശം അനേകം നെൽവയലുകളും ഫലപുഷ്പങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളും കൊണ്ട് സങ്കീർണമാകുന്നു. അവിടുത്തെ ജനത കുറെ ശാന്ത സ്വഭാവികളും പ്രായേണ അഴകുള്ളവരുമാണ്. ആ ഗ്രാമവാസികളിൽ ചിലർ കുഴികിടങ്ങുകൾ കുഴിച്ചു ചെല്ലുമ്പോൾ പഴയ പട്ടണത്തിൻ്റെ നഷ്ടശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ടത്രേ. ചില കാലങ്ങളിൽ ചിലർക്ക് പലതരം നിധികൾ കിട്ടിയിട്ടുള്ളതായി പഴമക്കാർ പറഞ്ഞു പോരുന്നു. പീതാംബരം മഹാക്ഷേത്രത്തിലേക്കായിരുന്നു എൻ്റെ അന്ത്യയാത്ര. ആ ക്ഷേത്രവും പരിസരങ്ങളും എൻ്റെ നയന നീരാജനം സ്വീകരിച്ച് ഹൃദയത്തിൽ ആനന്ദം വർഷിച്ചു. അധ്യായം 17. അധികകാലം ഞാൻ പിന്നെ ഇന്ത്യയിൽ താമസിച്ചില്ല. മദ്രാശിയിൽ ചെന്ന് കപ്പൽ കയറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സിംഗപ്പൂരിൽ ചെന്നിറങ്ങി. സമുദായ സംഘടനയിൽ ആസക്തിയുള്ള യുവാക്കളെ ഒരു സംഘമായി സ്വരൂപിക്കുവാനായിരുന്നു പിന്നീട് എൻ്റെ സംരംഭം. വിഭിന്ന കക്ഷികളായ സിംഗപ്പൂരിലെ കേരളീയർക്ക് ഭാസുരമായ ഭാവിയെ പ്രതീക്ഷിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. സമുദായത്തിൻ്റെ നിർമ്മാണോപകരണങ്ങൾ വിപുലമാക്കാതെ നശ്വരമായ മനുഷ്യത്വത്തിന് മഹിമയും മനോരമതയും കൈവരികയില്ല. സമത്വത്തിലും സാഹോദര്യത്തിലും ശക്തിയില്ലാത്തവർ എത്ര കുബേരന്മാരായിരുന്നാലും കുലച്ച പനയെന്നോണം പാഴായി തന്നെ പോകും. ദരിദ്രനും കുബേരനും ഇന്നല്ലെങ്കിൽ ഇനിയൊരിക്കൽ ധരണിവാസം വെടിയണം. ദരിദ്രൻ്റെ കഷ്ടതയ്ക്കും കുബേരൻ്റെ സുഖത്തിനും പിന്നെ നിശൂന്യത തന്നെ. മനുഷ്യർക്ക് മരണമെന്നത്
അപരിഹാര്യമായിരിക്കയാൽ ദരിദ്രരെ വഞ്ചിച്ച് സംഭരിക്കുന്ന വിത്തവും നശ്വരമാകുന്നു. ദരിദ്രന്മാർ വല്ല ചില്ലറ കൊണ്ടുമുള്ള ഉദരഭരണക്കാരാണ്. പണക്കാർ ആസ്വാദ്യങ്ങളായ ആഹാരപാനാദികളിൽ ആനന്ദിക്കുന്നു. എന്നാൽ ദരിദ്രനോളം ശരീരാരോഗ്യം ഒരു ധനികനില്ലെന്നാകുന്നു നാം സുനിശ്ചിതമായി കണ്ടുവരുന്നത്. ഇതര സമുദായത്തിൽപ്പെട്ട ഇവിടെയുള്ള കുബേരന്മാരുടെ കേന്ദ്ര പരിസരങ്ങളിൽ ഓരോ എക്സൈസ് ആലയങ്ങൾ ഉണ്ടായിരിക്കും. ആലയത്തിൻ്റെ ആസ്ഥാന മണ്ഡപത്തിൽ നടുവിൽ ഓരോ ശിലാവിഗ്രഹ പ്രതിഷ്ഠകളും കാണാം. എല്ലാവർക്കും ഒരേ വിധം പ്രതിഷ്ഠയല്ല. ചിലർക്ക് 6 തലയുള്ള പുരുഷരൂപ പ്രതിമയും, ചിലർക്ക് ആനമുഖമുള്ള ശിലാവിഗ്രഹവും, ചിലർക്ക് രൂപമില്ലാത്ത ഉരുണ്ട ശിലകളും, മറ്റ് ചിലർക്ക് സ്ത്രീരൂപ പ്രതിമകളുമായിട്ടാകുന്നു കണ്ടുവരുന്നത്. ഈ ധനികരെല്ലാം നിശ്ചിത സമയങ്ങളിൽ ആലയത്തിനകം പോകി വിഗ്രഹത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് കൈകൾ രണ്ടും ശിരസിന് മേലെ ഉയർത്തിപ്പിടിച്ച് കാൽക്കരങ്ങൾ വളയ്ക്കാതെ നിലത്ത് കമിഴ്ന്ന് പതിഞ്ഞു വീഴുന്നു. ഇതിൻ്റെ വിപുലമായ സാരം സ്വാമിയെ കുമ്പിടുക എന്നാകുന്നു. അനവധി നാളത്തെ പരിചയം കൊണ്ടല്ലാതെ അങ്ങനെ വീഴുന്നതും സുസാധ്യമല്ല. വേറെ വിധം അഭ്യസനങ്ങൾ ശീലിച്ചവരെയും ആ കൂട്ടരിൽ ഇടയ്ക്കിടെ കാണാം. ചിലർ 3 റൗണ്ട് ചുറ്റുകയും ചിലർ കൈവിരലുകളാൽ നൊടിക്കുകയും ചെയ്യുന്നു. അവർ ആലയത്തിനുള്ളിൽ പോകുമ്പോൾ പിന്നിൽ നിന്ന് നോക്കിക്കാണുന്നവർക്ക് മാത്രമേ അവരുടെ ഓരോ വിധം ഗോഷ്ഠികളും അറിഞ്ഞുകൂടൂ. ഭൂമിയിൽ പതിഞ്ഞു വീഴുന്ന സമ്പ്രദായം ആ സമുദായം ഒട്ടാകെ ആചരിക്കുന്നതും പക്ഷഭേദമില്ലാതെ എല്ലാവരും ഒഴിച്ചുകൂടാത്തതായി കരുതിയിട്ടുള്ളതുമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക വന്ദന ശ്ലോകമുണ്ട്. യസ്യാന്തർനാഭിമധ്യം നഹികരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണോ ന ഭവതി പുരുഷോ ന നപുംസോ ന ച സ്ത്രീ നാകാരം നോ വികാരം ന ജനനമരണം നാസ്തി പുണ്യം ന പാപം നോ തത്വം തത്വമേകം സഹജസമരസം സൽഗുരും തം നമാമി. ആദിയും അന്തവും ഇല്ലാത്തവനും അവയവങ്ങളില്ലാത്തവനും പേര്, ഗോത്രം, സൂത്രം, ജാതി, വർണ്ണം എന്നിവ ഇല്ലാത്തവനും ആണും പെണ്ണും ക്ലീബവുമല്ലാത്തവനും നിരൂപനും നിർവികാരനുമായ തത്വങ്ങൾക്ക് എല്ലാം അപ്പുറത്ത് എല്ലാവറ്റിലും സമരസമായിരിക്കുന്ന പരബ്രഹ്മമായ നിന്നെ എങ്ങനെ അറിയുന്നു? എല്ലാ ചരാചരങ്ങൾക്കും ആധാരമായിരിക്കുന്ന നിനക്ക് ശരിയായ ആസനം ഏതുവിധം നൽകാം? സഹജ സ്വഭാവമൊന്നുമില്ലാത്ത നിനക്ക് അർഘ്യപാദ്യാദികൾ ഏതുവിധം ചെയ്യും? എല്ലാം പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന നിനക്ക് ആചമനം ഏതുവിധമാണ് ചെയ്യുക? മലിനമാകാതെ പരിശുദ്ധമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നിനക്ക് കുഴികൂപങ്ങളിലെ അശുദ്ധജലം കൊണ്ട് എന്തൊരു സ്നാനമാണ്? പ്രപഞ്ചത്തിനെല്ലാം അതീതനായ ദിഗംബരനായിരിക്കുന്ന നിനക്ക് ഏതൊരു പീതാംബരമുണ്ട് ചാർത്തുവാൻ? ഹൃദയസ്ഥനായി ജാതിഗോത്രമില്ലാത്ത നിന്നെ യജ്ഞോപവീതം ഏതുവിധമാണ് ധരിപ്പിക്കേണ്ടത്? അവയവങ്ങളില്ലാത്ത നിന്നെ ഏതു മട്ടിൽ അലങ്കരിക്കുന്നു? രൂപമില്ലാത്ത നിന്നെ ഏതുവിധം പൂജ ചെയ്യണം? നിരഞ്ജനനായ നിനക്ക് ധൂപദീപങ്ങൾ ഏതുവിധമുള്ളവയാണ്? സൂര്യചന്ദ്രന്മാരെപ്പോലും പ്രകാശിപ്പിക്കുന്ന നിന്നെ ഏതൊരു ദീപം കൊണ്ട് ആരാധിക്കാം? ആദിയും അന്തവുമില്ലാത്ത നിന്നെ എന്തു മന്ത്രത്താൽ പുഷ്പാർച്ചന ചെയ്യുന്നു? സർവപരിപൂർണനും നിത്യാനന്ദനുമായ നിനക്ക് ഏതുവിധം നൈവേദ്യങ്ങളാണ് അർപ്പിക്കേണ്ടത്? ലോകനായകനായ നിനക്ക് താമ്പൂലം എങ്ങനെ തരും? ഇതൊക്കെയാണ് ശ്ലോകത്തിൻ്റെ സാരം. ഇങ്ങനെയെല്ലാം അറിഞ്ഞിരുന്നിട്ടും ഉപാസകന്മാരുടെ പ്രവൃത്തികൾ നേരെ വിപരീതമായിട്ടാണ് പരിണമിക്കുന്നത്. വേറെയും ചില വിനോദങ്ങൾ ആരാധനാസ്ഥാനങ്ങളിൽ കാണാം. തങ്ങളിലും കുറേയേറെ അജ്ഞാനത്തിമിരത്തിൽ മുഴുകിയവരെ കൊണ്ടാകുന്നു അത് ചെയ്യിക്കുന്നത്. ചില പഴവർഗ്ഗങ്ങളും പൊരിയലുകളും ഉള്ളിച്ചോറും വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് ആരാധകന്മാർ കൈകൾ കൊണ്ടും വായുകൊണ്ടും ആംഗ്യങ്ങൾ കാട്ടുന്നതും പറയുന്നതും എന്തൊക്കെയെന്ന് വായനക്കാരെ എഴുതിയറിയിക്കുവാൻ എൻ്റെ പേനയ്ക്ക് പാടവം പോരാ. ഉപാർച്ചനം ഇതുകൊണ്ടും അവസാനിച്ചില്ല. ഒരു വർഷത്തിൽ അവർക്ക് 2-3 നിശ്ചിത സുദിനങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ അടുക്കുമ്പോൾ SS, ജോഹാർ ബാദു, മലാക്ക, സെറംബാൻ, കോലക്കിളാൻ, ക്വാലലംപൂർ, ഞെംപിങ്ക, പിനാങ്ക് മുതലായ പട്ടണങ്ങളിൽ കാലെ കൂട്ടി നോട്ടീസുകൾ വിതരണം ചെയ്യുകയായി. മുന്നറിയിപ്പ് പത്രങ്ങളിൽ പുറത്തു വന്നാൽ സ്വാമി ദർശന പ്രിയന്മാർക്ക് ആലിളക്കം തുടങ്ങും. കാവടി തുള്ളുവാനും കരണം മറിയുവാനും ശൂലങ്ങൾ, ചൂണ്ടലുകൾ തുടങ്ങിയവ തങ്ങളുടെ ശരീരങ്ങളിൽ കയറ്റി പരിചയിപ്പിക്കാനും അവർ മുതിരുകയായി. നിശ്ചിത ദിവസത്തിന് മുന്നേ തന്നെ ആലയ പരിസരങ്ങളും രാജവീഥികളും പലവിധ തോരണങ്ങളാലും കുലവാഴകളാലും അലങ്കൃതമാകുന്നു. തേർത്തട്ടിനും സ്വാമി വിഗ്രഹത്തിനും
സ്വർണ്ണ ഗിൽറ്റുകൾ കൊടുത്തും പലവിധ വർണ്ണത്തകിടുകൾ പതിച്ചും വിചിത്രീകരണം നടത്തി തഴയും വെങ്കൊറ്റക്കുടകളും നിരത്തി തുടരുന്ന അവരുടെ ഘോഷയാത്ര ഒരു നോക്ക് കണ്ടാൽ ആരുടെ കണ്ണുകളും അഞ്ചിപ്പോകും. കാവടി തുള്ളുവാനും ശൂലങ്ങൾ ശരീരങ്ങളിൽ കയറ്റുവാനും കുബേരന്മാർ പോയി കാണുന്നില്ല. അവർക്ക് അത് അറിഞ്ഞുകൂടായകയോ ഭീരുത്വമോ എന്തോ. നമ്മുടെ സമുദായക്കാരിലും ചിലർ കാവടി തുള്ളുവാൻ പോകാറുണ്ട്. ഒരാൾ ചൂണ്ടലും ശൂലങ്ങളും ശരീരത്തിൽ കയറ്റി കാവടി തുള്ളി ഒരിക്കൽ മരിച്ചുപോയത്രേ. അതിൽ പിന്നെ ധൈര്യശാലികളായ ചില മലയാളികൾ മാത്രമേ ഇതിന് പോകാറുള്ളൂ. മാടുകൾ, ആടുകൾ, കോഴികൾ മുതലായവ വഴിപാടുകളായി അർപ്പിക്കപ്പെടുന്നു. കോവിൽ സന്നിധാനത്തിൽ പുരുഷ വിഗ്രഹമുള്ള കോവിലുകളിൽ അവകളെ ഹിംസിക്കുന്നതായി കാണുന്നില്ല. എന്തോ ഗവൺമെൻറ് അതിന് ലൈസൻസ് അനുവദിച്ചു കൊടുത്തിട്ടില്ലായിരിക്കും. അവകളെയെല്ലാം വിറ്റുകിട്ടുന്ന പണം കോവിൽ ഭണ്ഡാരത്തിൽ മുതൽകൂട്ടുകയാണ് പതിവ്. സ്ത്രീ വിഗ്രഹമുള്ള കോവിലുകളിൽ എത്രയായിരം പ്രാണികളെ കൊല്ലുവാനും ലൈസൻസ് ഉണ്ടത്രേ. വർഷം തോറും ഓരോ കോവിലുകളിലും ഹിംസിക്കപ്പെടുന്ന ജീവികളുടെ എണ്ണം ഒരുവർക്കും അറിഞ്ഞുകൂടാ. ഈ നാട്ടിൽ സുലഭമായി കാണുന്ന കശാപ്പ് കടകളിലേക്ക് ആടുമാടുകളെ അറുത്തുകൊണ്ടുപോകുന്നതിന് അവിടെ പ്രത്യേകം ഓരോ കോട്ടകളുണ്ട്. അതുപോലെ ഭക്തപാമരന്മാർക്ക് പ്രാണീവധം ചെയ്യുന്നതിന് പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു തരം കോട്ടകളായിരിക്കാം ഈ കോവിലുകളും. FMSലുള്ള ജനത ഭൂരിപക്ഷവും ചൈനക്കാരാകുന്നു. കച്ചവടത്തിൽ ധനസ്ഥിതിയിലും ഉയർന്നവർ അവർ തന്നെ. അവരുടെ അന്ധവിശ്വാസമാകുന്നു ഏറ്റവും കരകവിഞ്ഞത്. അവരുടെ ഇടയിൽ സ്വാമിപ്രീതിക്കായി വലിയ പന്നികളെയും താറാവുകളെയും മുഴുവനെ പൊരിച്ച് പച്ചമീനുകളും ചില പലഹാരങ്ങളും ഇടകലർത്തി വീടിന് മുൻപുറത്തുള്ള ഡൈനിങ് ടേബിളിന്മേൽ അർപ്പിച്ചിട്ട് നവോഢകളായ പെൺകിടാങ്ങൾ അതിനു ചുറ്റും വളഞ്ഞിരുന്ന് കിണ്ണങ്ങൾ മുട്ടി താളത്തിന് ചേർന്ന് പാട്ടുകൾ പാടുന്നു. ഒരുവിധം കടലാസുകൾ അതിന് മുൻഭാഗത്ത് കൂട്ടി അഗ്നി കൊളുത്തുകയും യാതൊരു സുഗന്ധവുമില്ലാത്ത അനവധി ഊതുബത്തികളും മെഴുകുതിരികളും കത്തിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. 2-3 മണിക്കൂർ കൊട്ടിപ്പാടിയ ശേഷം ഒരു സ്വാമിഭക്തൻ കലികൊണ്ട് തുള്ളിച്ചാടി ഒരു വലിയ ശൂലമെടുത്ത് കവിൾ കുത്തിത്തുളച്ച് മറുപുറത്തെത്തിക്കുന്നു. പിന്നീട് വാളുകൊണ്ട് വെട്ടിമുറിച്ച നാക്കിനാൽ മഞ്ഞ നിറമുള്ള ഒരുവിധം കടലാസ് കഷ്ണങ്ങളെ നക്കുകയും നാക്കിൽ നിന്നും പ്രവഹിക്കുന്ന രക്തത്തിൽ നനച്ച ചില സീലുകൾ കൊണ്ട് മേൽപ്പറഞ്ഞ കടലാസ് കഷ്ണങ്ങളിൽ മുദ്ര അടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ചില ചീനന്മാരോട് ചോദിക്കുകയുണ്ടായി. ഇത്തരം ക്രിയ കൊണ്ടാകുന്നുവത്രേ അവരുടെ നന്മയും തിന്മയും സ്വാമി പ്രസാദവും തിരിച്ചറിയുന്നത്. ചീനരുടെ സങ്കേതത്തിന് പരിസരങ്ങളിൽ ഇടയ്ക്കിടെ കഥകളി തുടങ്ങിയ വിനോദങ്ങളും ഉണ്ടായിരിക്കും. വിനോദങ്ങൾ പ്രായേണ മലയാളത്തിലുള്ളതായ കൃഷ്ണാട്ടം, ചാക്യാർകൂത്ത്, കഥകളി, ഓട്ടം തുള്ളൽ മുതലായവയെ മാതൃകയാക്കിയിട്ടുള്ളവയാണ്. അവരുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ മൃതശരീരത്തെ 2-3 മാസങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ വലിയ പെട്ടിയിൽ അടക്കം ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു. പ്രേതത്തെ അടക്കം ചെയ്യുന്ന പെട്ടി ഒരു വലിയ മരത്തടി കുഴിച്ചുണ്ടാക്കിയതായിരിക്കും. ചില പെട്ടികൾക്ക് 1000 വെള്ളിയോളം വില വരുന്നതാണ്. മരണാനന്തരം കുറേ കാലത്തേക്ക് പന്നികളെയും താറാവുകളെയും പൊരിച്ച് വീതു വയ്ക്കുന്ന സമ്പ്രദായം അനുദിവസവും ഉണ്ടായിരിക്കും. ചുരുക്കി പറയുന്നതായാൽ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചുപോയാൽ ആ കുടുംബത്തിൻ്റെ 3/4 സ്വത്തും ചിലവ് ചെയ്യേണ്ടി വരും. ഒടുവിൽ ബഹുഘോഷമായി പ്രേതത്തെ പട്ടണ പ്രദക്ഷിണം ചെയ്യിച്ച് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു യുവാവിന് കല്യാണം കഴിക്കണമെങ്കിലും ഒരു ഗണ്യമായ തുക ചിലവുണ്ട്. കല്യാണം കഴിഞ്ഞ് വധു വരൻ്റെ വീട്ടിലും വരൻ വധുവിൻ്റെ വീട്ടിലും വിരുന്നായി താമസിക്കുന്നു. 1 മാസം കഴിഞ്ഞാൽ മാത്രമേ വധുവിനും വരനും ഒരു സ്ഥലത്ത് പ്രത്യേകമായി താമസിക്കുവാൻ അനുവാദമുള്ളൂ. അവർക്ക് എന്ത് തൊഴിൽ ചെയ്യുന്നതിനും ഒരു അഭിമാനക്കുറവുമില്ല. പ്രവൃത്തി ചെയ്യുവാൻ പുരുഷന്മാരിലും സ്ഥിരോത്സാഹവും സാമർഥ്യവും അവരുടെ പെണ്ണുങ്ങളിലാകുന്നു കണ്ടുവരുന്നത്. ഒരു സ്ത്രീ ഒരു കാവിന്മേൽ കെട്ടിച്ചുമക്കുന്ന ഭാരം വഹിക്കുവാൻ കോമ്പാറക്കാരന്മാരും പ്രാപ്തരാകയില്ല. ചീനരിൽ കൊള്ളക്കാരായി ഒരു കൂട്ടരുണ്ട്. അവർ വലിയ കച്ചവടക്കാരായ പണക്കാരുടെ പാണ്ഡികശാലയിലേക്ക് കയറി തവുക്കയുടെ മുന്നിൽ ചെന്ന് നിന്ന്, തവുക്ക എന്നാൽ മുതലാളി, മുതലാളിയുടെ മുന്നിൽ ചെന്ന് നിന്ന് റിവോൾവർ നേരെ ചൂണ്ടി വലിയ ഒരു തുക പണം ആവശ്യപ്പെടും. തവുക്കയ്ക്ക് ഭയപ്പെട്ട് താക്കോൽക്കൂട്ടം എടുത്തു കൊടുക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നാവും. അവർ ആവശ്യപ്പെട്ട പണം മാത്രം ഇരുമ്പ് പെട്ടിയിൽ നിന്നും തുറന്നെടുത്ത് കാറിൽ കയറി പൊടുന്നനെ അപ്രത്യക്ഷരാവുന്നു. ഇങ്ങനെ സിംഗപ്പൂരിൽ ചില കൊള്ളകൾ നടന്നിട്ടുണ്ട്. ഈ സംഘത്തെ പിടിക്കുവാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല.
ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയതായ സിംഗപ്പൂർ പോസ്റ്റ് ഓഫീസിൽ നിന്നും വലിയ ഒരു തുക പണം ഒരിക്കൽ കാണാതെ പോയിട്ടുണ്ട്. സിംഗപ്പൂർ മുനിസിപ്പാലിറ്റിയിൽ തോട്ടിവേലക്കാർ എല്ലാം ചീനരാകുന്നു. FMSലെ കണക്കില്ലാത്ത വിധമുള്ള റഷ്യൻ വണ്ടികളിൽ പ്രവർത്തിക്കാൻ മുഴുവനും ചീനന്മാരാകുന്നു. സർവ്വ ജീവജാലങ്ങളെയും ഹിംസിച്ച് തിന്നുന്നത് അവരുടെ സ്വഭാവമത്രേ. വെമ്പാല, മൂർഖൻ, കരിവഴല, വേയന്നിരൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ത്യക്കാരുടെ ശരീരം നടുങ്ങും. എന്നാൽ പാമ്പിൻ കൂട്ടങ്ങളെ ഒന്നൊഴിയാതെ ചീനന്മാർ പിടിച്ച് ഭക്ഷിക്കുന്നു. കേരളീയ വനിതകളുടെ തലമുടിയഴക് വർണ്ണിക്കുക കവികളുടെ ഒരു വക പ്രതിപത്തിഭേദം മാത്രമാണ്. മുടി അഴിച്ചിട്ട് നടന്നു പോകുമ്പോൾ നിലത്ത് തൊടുന്നതായി സരസകവികളാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള കേരളീയ കാർമേഘ ചിഗുരമാരെ എനിക്ക് കാണുവാനിട വന്നിട്ടില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സാമാന്യേന നിലത്ത് തൊടുന്ന തലമുടിയോടുകൂടിയ ചീന തരുണികളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. കാൽമുട്ടുകളുടെ പിന്മടക്കിൽ എത്താത്ത മുടി ചീനപ്പെണ്ണുകളിൽ കാണുകയില്ല. അവരുടെ തലമുടി ഇത്ര നീളത്തിൽ വളരുന്നത് പാമ്പെണ്ണ പുരട്ടിയിട്ടാകുന്നു എന്നാണ് പറയുന്നത്. ചൈനക്കാരുടെ ആഹാരാദികൾ ശീതവീര്യങ്ങളായ പദാർത്ഥങ്ങളാകുന്നു. വല്ലപ്പോഴും വല്ല ദുർനടപടികളാലും ഉഷ്ണസംബന്ധമായ മൂത്രകൃഷ്ണമോ പഴുപ്പൊലിപ്പോ പറ്റിയാൽ ഈ നാട്ടിൽ സുലഭമായ ലാലൻ എന്ന ഒരു വക പുല്ലിൻ്റെ ഇളയ വേരുകൾ പറിച്ചു കൊണ്ടുവന്ന് കഷായമുണ്ടാക്കി അതിൽ കുറെ ചീനക്കാരവും കൽക്കണ്ടവും ചേർത്ത് കുടിക്കുന്നു. 2-3 ദിവസം അങ്ങനെ കുടിച്ചാൽ ആ രോഗം സുഖപ്പെടുമത്രേ. ലാലൻ പുല്ലിൻ്റെ വേരുകൾ കൊണ്ട് ഒരു വക ലഹരിയുള്ള പാനീയമുണ്ടാക്കുവാനും അവർക്കറിയാം. ചൈനക്കാരുടെ വൈദ്യവും നമ്മുടെ ആയുർവേദവുമായി വലിയ വ്യത്യാസമില്ല. മരുന്നുകളെല്ലാം അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ളതുകൾ തന്നെ. പക്ഷേ യോഗങ്ങളിൽ കുറേ വ്യത്യാസം കണ്ടുവെന്ന് വരും. അവരുടെ പാണ്ഡികശാലകളിൽ പച്ചമരുന്നുകൾ ശുദ്ധി ചെയ്ത് അരിഞ്ഞ് ഓരോ വകകളാക്കി വച്ചിരിക്കും. മരുന്നുകൾ വാങ്ങിക്കൊണ്ടുപോയി നമുക്ക് കഷായമുണ്ടാക്കി രോഗികൾക്ക് കൊടുക്കുക മാത്രമേ വേണ്ടതുള്ളൂ. അരിയാനും ചതയ്ക്കാനും ഒന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. ഇവർ സർവ്വ രോഗങ്ങൾക്കും കഷായങ്ങൾ തന്നെയാണ് കൊടുത്തു വരുന്നത്. ഇംഗ്ലീഷ് മരുന്നുകൾ അവർ അധികം ഉപയോഗിച്ചു വരാറില്ല. ഇവരുടെ അന്ധവിശ്വാസത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു അവസാനവുമില്ല. ഗ്രന്ഥവിസ്താര ഭയത്താൽ ഞാൻ ആ വക ഭാഗങ്ങളെ സ്പർശിക്കുന്നില്ല. അധ്യായം 18. 1924 ഡിസംബർ 28 ഞാൻ സിംഗപ്പൂരിൽ നിന്ന് സയാമിലേക്ക് തിരിച്ചു. 3-ാം ദിവസം രാത്രി സയാം ബാങ്കോക്ക് എന്ന പട്ടണത്തിൽ ചെന്നിറങ്ങി. SS-ലെ പാസ്പോർട്ട് അവിടുത്തെ പരിശോധകരെ കാട്ടി അനുവാദം വാങ്ങിയിട്ട് ആ പട്ടണത്തിലും പരിസരങ്ങളിലും സഞ്ചരിച്ച് ഞാൻ ബാങ്കോക്കിലെ പഴയ ബസാറിലേക്ക് പോയി. അവിടെ മാടുകളെ അറുക്കുന്ന കോട്ടയ്ക്കടുത്ത് ഹിന്ദുക്കളുടെ ഒരു കാളിയമ്മ കോവിലുണ്ട്. സയാമിൽ എവിടെ തിരിഞ്ഞാലും കൂറ്റൻ ബുദ്ധവിഹാലയങ്ങൾ ക്ഷാമമില്ലാതെ കാണുവാൻ കഴിയും. ചിന്നോർ ശ്രീവോം സിനോൺ സെറേവോങ് നഗരത്തിൽ ഒരു ശ്രേഷ്ഠമായ വിഹാലയം സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ വിചിത്ര പണികളെപ്പറ്റി വർണ്ണിപ്പാൻ ഒരുവരാലും സാധ്യമല്ല. ബാങ്കോക്കിൽ നിന്നും 5 മൈൽ അകലെയാണ് ബാങ്കുളാങ്. അവിടെയാണ് സയാമിലെ രാജാവിൻ്റെ അരമന. അരമനയിൽ ചില വിശേഷ ദിവസങ്ങളിലും കൗൺസിൽമാർ യോഗം ചേരുന്ന അവസരങ്ങളിലും മാത്രമേ രാജാവ് പ്രവേശിക്കാറുള്ളൂ. സാധാരണയായി താമസത്തിന് ചില ബംഗ്ലാവുകളാണുള്ളത്. സയാംകാർ എല്ലാം ബുദ്ധമതാനുസാരികൾ തന്നെ. അവരിൽ കുന്തായു, ലൗ, മൂൺ എന്ന് ചില ഭിന്ന സമുദായങ്ങളുണ്ട്. കുന്തായു എന്ന സമുദായത്തിൽ ഉൾപ്പെട്ടതാകുന്നു രാജകുടുംബം. കൊച്ചിയും തിരുവിതാംകൂറിലുമുള്ള രാജാക്കന്മാർ തങ്ങളുടെ ബന്ധുക്കൾക്ക് ഉദ്യോഗങ്ങളിൽ സിംഹഭാഗവും കൊടുക്കുന്നതുപോലെ സയാമിലും കുന്തായു എന്ന സമുദായങ്ങൾക്കായിരുന്നു ആ ഗവൺമെൻറ് ഗണ്യമായ ഉദ്യോഗങ്ങൾ കൊടുത്തിരുന്നത്. ലൗ, മൂൺ എന്ന വകുപ്പുകാർ ഇതിന് പല പ്രകാരത്തിലും പ്രക്ഷോഭണങ്ങൾ നടത്തിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കിടെ രക്തമാരി ചൊരിയിക്കേണ്ടതായും വന്നുകൂടിയിട്ടുണ്ട്. ഒടുവിൽ അവരുടെ ഭാവി ശ്രേയസ്സിലേക്കുള്ള ശ്രമം ആശാനുരോധമായി തന്നെ പരിണമിച്ചു. ഗവൺമെൻറ് ഉദ്യോഗത്തിൽ ഒരുവനെ ചേർക്കണമെങ്കിൽ പഞ്ചശീലമനുഷ്ഠിക്കണമെന്നായി. സിലോണിൽ ബുദ്ധമതക്കാർ അനുഷ്ഠിക്കും പോലെയുള്ള വാഗനുഷ്ഠാനം മാത്രം കൊണ്ടായില്ല. വാച, കർമ്മണ എന്ന ത്രിവിധോപകരണങ്ങളാലും പഞ്ചശീലത്തെ വിപുലമായ സാരംഗമറിഞ്ഞ് അനുഷ്ഠിക്കാഞ്ഞാൽ സയാം ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗ പരിസരത്തു കൂടി പ്രവേശിക്കവയ്യ. കൊലക്കുറ്റം ചെയ്തവരെ കോർട്ട് വിധിപ്രകാരം വിഹ്വാലയത്തിൻ്റെ പൃഷ്ഠഭാഗത്ത് കൊണ്ട് നിർത്തി കൊലയാളിയായ ജാവക്കാരൻ മന്ത്രവാൾ കഴുത്തിന് നേരെ ഓങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കും. ആ മന്ത്രവാൾ ശബ്ദിച്ചെങ്കിൽ മാത്രമേ
വധ്യർക്ക് ജീവഹാനി വരികയുള്ളൂ. കൊലയാളികളുടെ ഉദ്യോഗത്തിന് മാത്രം സയാംകാരിൽ ഒരുവരും അനുകൂലികളല്ല. അതുകൊണ്ടാകുന്നു ആ പണിക്ക് ജാവാക്കാരനെ നിയമിക്കുന്നത്. സയാമിൽ ശവങ്ങളെ ദഹിപ്പിക്കുന്നത് വിഹ്വാലയ സന്നിധികളിൽ വെച്ചാകുന്നു. ബാങ്കുളാങ്കി അരമനയിൽ നിന്നും 15 നാഴിക അകലെയായി ഒരു ചെറിയ അയോധ്യയുണ്ട്. ആ സ്ഥലം മുഴുവനും വനമായിട്ടാകുന്നു കിടക്കുന്നത്. നിബിഡമായി തളിർത്തു പിടിച്ചിട്ടുള്ള ഇലകളോടെ പൂവും കായും പഴങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വിവിധ വൃക്ഷങ്ങളാലും കൗതുകാവഹമായ കൊടിവള്ളികളാലും പൂക്കളാൽ പുഞ്ചിരി പൊഴിക്കുന്ന താമര പൊയ്കകളാലും നാനാവിധമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന നിർജ്ജരണികളാലും ആ അരണ്യഭൂമി നിത്യവസന്തം പുലർത്തിക്കൊണ്ട് വിലസുന്നു. ആ വനത്തിൽ അനേകം വാനരന്മാരെ കണ്ടു. എല്ലാം മനുഷ്യരെ പോലെ 2 കാലിലാകുന്നു നടക്കുന്നത്. മനുഷ്യർ സംസാരിക്കുന്നത് അവ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടുനിന്ന് അതിന് സമാധാനമായി കൈകൊണ്ടും വായുകൊണ്ടും തലകൊണ്ടും ആംഗ്യങ്ങൾ കാട്ടുകയും ഇടയ്ക്കിടെ പുഞ്ചിരിയും പൊട്ടിച്ചിരിയുമായി ദൃഷ്ടാക്കളെ പ്രീതരാക്കുകയും ചെയ്യും. തങ്ങൾക്ക് മനുഷ്യരോട് വളരെ സൗഹാർദ്ദമാണെന്ന് അവ ഞങ്ങളെ പല ഗോഷ്ഠികൾ കൊണ്ടും അറിയിച്ചു. ഞങ്ങളുടെ വർത്തമാനങ്ങളെ വാനരന്മാർ ഏറ്റവും അടുത്ത് വന്നിരുന്നു കൊണ്ടാകുന്നു ശ്രദ്ധയോട് കേട്ട് സംതൃപ്തരായത്. 1 മാസം അവയോടുകൂടെ പഴകുന്നതായാൽ നിശ്ചയമായും അവയുടെ ഭാഷകളും ആംഗ്യങ്ങളും നമുക്ക് പഠിക്കാമെന്ന് തോന്നുന്നു. ഞങ്ങൾ കാട്ടിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ വാനരസംഘവും ഞങ്ങളെ തുടർന്നുകൊണ്ടിരുന്നു. താമരപ്പൊയ്കകളിലൊന്നിൽ ഒരു വെള്ളാന കിടന്ന് മതിച്ചുകൊണ്ടിരുന്നു. വാലിൻ്റെ കടയ്ക്കൽ മാത്രം ഒരു കോഴിമുട്ടയുടെ അത്ര കറുപ്പ് വർണ്ണം കണ്ടു. ആരണ്യമധ്യത്തിൽ 4 ചതുരശ്ര മൈൽ വിസ്താരമുള്ള ഒരു ജീർണിച്ച കോട്ട സ്ഥിതി ചെയ്യുന്നു. അത് മുൻകാലത്തിലെ നളൻ എന്ന ചക്രവർത്തിയുടെ കോട്ടയായിരുന്നുവെന്നാണ് കേൾവി. കാട്ടിനുള്ളിൽ കൂടെ നോക്കിയാൽ ആ കോട്ടയുടെ ചില ഭാഗം വെളിവായി കാണുവാൻ കഴിയും. കോട്ടയ്ക്ക് ചുറ്റും 500 മൈൽ ദൂരത്തുള്ള ശെങ്കുമൈൻ വരെ അനവധി പട്ടണങ്ങൾ നശിച്ചുപോയിട്ടുള്ളതിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. ആ പുരാതനമായ കോട്ട എത്രയോ പ്രളയാന്തരം കടന്നാലും നാമാവശേഷമാകുന്നതല്ല. കോട്ട കെട്ടിയിരിക്കുന്നത് ഓരോ മല പോലെയുള്ള കരിങ്കല്ലുകൾ കൊണ്ടാകുന്നു. കോട്ടയ്ക്ക് 7 നിര മതിലുകളും കിടങ്ങുകളും ഉണ്ടെന്നാണ് പ്രസ്താവം. സയാം രാജാവ് മാത്രമേ കോട്ടയ്ക്കുള്ളിൽ പോവുകയുള്ളൂ. രാജാവും വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമാണ് കോട്ടയിൽ പോകുന്നതത്രേ. ഇതിൽ എത്ര വാസ്തവമുണ്ടെന്നറിയുവാനായി ഞാൻ ധൈര്യസമേതനായി ഒരു നാൾ ആ കോട്ടയുടെ 1-ാം പടിവാതിക്കൽ ചെന്നു. എന്തായാലും വരുന്നത് അനുഭവിക്കാമെന്ന ദൃഢനിശ്ചയത്തോടെ ജിജ്ഞാസുവായ ഞാൻ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു. പുറത്തുള്ള ഗോപുരം ജീർണിച്ച് അർദ്ധഭാഗവും ഭൂമിയെ പ്രണിപതിച്ച് കഴിഞ്ഞിരിക്കുന്നു. 2-ാം ഗോപുരവും കടന്ന് ഞാൻ 3-ാമത്തെ ഗോപുരത്തിൻ്റെ പടിവാതിക്കൽ ചെന്നപ്പോഴാകുന്നു യഥാർത്ഥമറിയുവാനിടയായത്. അവിടെ വലിയ ഒരു കൃഷ്ണസർപ്പം ചീറ്റിക്കൊണ്ട് ഫണം വിരിച്ച് എന്നേക്കാൾ പൊക്കത്തിൽ ഉയർന്നു നിന്നു. ആ ഭയങ്കര രൂപം കണ്ട് തിരിഞ്ഞു മടങ്ങിപ്പോരാനും എനിക്ക് ഭയമായി. പിന്നോക്കം അടിവെച്ച് നടന്ന് ഒരു വിധത്തിൽ ഞാൻ 2-ാം ഗോപുരത്തിലെത്തി. വാനരന്മാർ അപ്പോൾ അവിടെ വന്ന് എന്നെ സമാശ്വസിപ്പിക്കാൻ തുടങ്ങി. അസംഖ്യം സർപ്പങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശിവപ്പേരൂർ കാഴ്ചബംഗ്ലാവിൽ ഉണ്ടായിരുന്ന രാജവെമ്പാലയും ക്വാലലംപൂർ കാഴ്ചബംഗ്ലാവിൽ കണ്ട കിങ് കോബ്രയും ഈ നാഗത്തിൻ്റെ 4-ൽ 1 ഓഹരി വലിപ്പമുള്ളതല്ല. ഒരു കാഴ്ചയിലും ഇത്ര വളരെ ഭയത്തിനവകാശം എനിക്കുണ്ടായിട്ടില്ല. 18 പടിവാതിൽ കടന്നാൽ ആ കോട്ടയുടെ ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നു ചേരാം. അവിടെ രത്നഖചിതമായ ഒരു സിംഹാസനവും തങ്കവാളും അനേക നിധികളുമുണ്ടെന്നായി പറയപ്പെടുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടു തന്നെ തീർച്ചപ്പെടുത്തേണ്ടതാകുന്നു. എൻ്റെ ഭീരുത്വത്താൽ ആ കോട്ടയ്ക്കുള്ളിൽ നിന്നും എനിക്ക് ഭഗ്നാശനായി തിരിച്ചു പോരേണ്ടി വന്നു. ബാങ്കോക്കിൽ നിന്ന് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം തീവണ്ടി മാർഗമായി ഷെഗമയ്ക്ക് പുറപ്പെട്ടു. അവിടെയുള്ളതായ അനവധി പ്രകൃതി മനോഹരങ്ങളായ കാഴ്ചകൾ കണ്ട് കൺകുളിർപ്പിച്ചിട്ട് പിന്നെ മോർമീനിലേക്ക് യാത്രയായി. അവിടെ നിന്നും ആനപ്പുറത്ത് കയറി പുറപ്പെട്ട് ഞാൻ 3-ാം ദിവസം ബർമ്മയിൽ വന്നിറങ്ങി. ആ ധനസമൃദ്ധമായ രാജ്യത്തിലെ മഹാബുദ്ധാലയങ്ങളും അത്ഭുതകരമായ കൽഗുഹകളും അവയിലെ ഗംഭീരമായ ബുദ്ധപ്രതിമകളും കണ്ട് ആശ്ചര്യപരതന്ത്രനായി തീർന്നു. അവിടുത്തെ പ്രമാണികളായ പല മലയാളികളുമായി പരിചയിക്കുവാനും സ്നേഹിക്കുവാനും എനിക്കിടയായി. ഒരു സംഗതി കൂടി ഈ പ്രകൃതത്തിൽ പ്രസ്താവ്യമായിട്ടുണ്ട്. 1924 ഫെബ്രുവരി മാസം 3-ാം തീയതി
സുപ്രസിദ്ധനായ നാരായണസ്വാമിയാരുടെ വാത്സല്യഭാജനമായ മകളെ ഞാൻ വിവാഹം ചെയ്യുകയുണ്ടായി. ഇതോടെ അധ്യായം 18 അവസാനിക്കുന്നു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി പുതിയ കഥകളുമായി വരുന്നതുവരെ നന്ദി.